ഇന്നൊരു ചെറിയ മിനി വ്ളോഗ് ആട്ടോ. എങ്ങോട്ടാ കുറ്റിയും പറിച്ചു തന്നല്ലേ? അയ്യോ ഇന്ന് പറയണ്ട ഗൈസ്, 2 ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ്. ഓണത്തിന്റെ അന്നെങ്കിലും ഒന്ന് സദ്യ കഴിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച് അന്ത്യാഭിലാഷത്തോടെ ഞാൻ പോവാണ്. അയ്യന്റെ മോനെ, കഥ തുറന്നത് നാ കിടക്കുന്നു. ഒടുക്കത്തെ ചൂട്. ഇവിടെ ഏതോ സുലേഖ മാമിയോ ഉസൈ മാമനൊക്കെ വന്നെന്ന് പറഞ്ഞിട്ട് ഖത്തറിലെ ചൂടിന് ഒരു മാറ്റവും ഇല്ല. എന്റെ മേക്കപ്പ് അലിഞ്ഞു പോയില്ലെന്നേ ഉള്ളൂ. വേഗം തന്നെ ഊബർ മാമനെ വിളിച്ച് അണ്ണാ വേഗം വിട്ടു അടാറിലേക്ക്. ഇന്ന് അവിടെയാണ് നമ്മുടെ സദ്യ. ഇവിടെ എത്തുന്നതിന് മുന്നേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാ വന്നത്, പടച്ചോനെ സദ്യ തീരല്ലേ. കാരണം ഈ ഇടയ്ക്കൊന്നും എനിക്ക് സോഷ്യൽ മീഡിയ തുറക്കാനേ വയ്യായിരുന്നു. ആൾക്കാർ മൊത്തം ഈ സദ്യ, ഈ പച്ചടിയും കിച്ചടിയും അവിയിലൊക്കെ കൂട്ടി അടിക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ. കൊതിച്ചിട്ട് പണ്ടാറടങ്ങിയിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. ഓ മൈ കടവിളെ, സദ്യ കിട്ടി. നല്ല ചോറും പരിപ്പും നാരങ്ങച്ചാറ്, മാങ്ങച്ചാറ്, പുളിയച്ചാറ്, പൈനാപ്പിൾ, തീയല്, കോലൻ, കാലൻ, കോലനല്ല കാലൻ, ഓലൻ, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും, അത് 28ഓളം ഐറ്റംസ് ആയിട്ടുള്ള അടിപൊളി സദ്യ ഗൈസ്. അതിന്റെ മുകളിൽ കൂടെ ആ സാമ്പാറും പിന്നെ ആ പപ്പടം കൂടെ അങ്ങോട്ട് പൊടിച്ചിട്ട് അങ്ങോട്ട് അടിച്ച് ഗൈസ്. ഓ മനസ്സും വയറും അങ്ങോട്ട് നിറഞ്ഞു. ഞാൻ മെയിനായിട്ട് സദ്യ അടിക്കാൻ വന്നതേ പായസം കഴിക്കാൻ. ആ ചോറ് കഴിക്കുന്ന ഇലയിൽ തന്നെ ഈ പായസം കൊണ്ട് ഒഴിച്ചിട്ട് അതിന്റെ മണ്ടയിൽ കൂടെ പഴവും കൂടെ ഇങ്ങനെ ഞെവിടിയിട്ട് പപ്പടം കൂടെ പൊടിച്ചിട്ട് ഇങ്ങനെ അടിക്കണം. പണ്ട് ഏതോ ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോയപ്പോ കഴിച്ച ഓർമ്മയുള്ളൂ ഈ സദ്യയൊക്കെ. അതിനുശേഷം കഴിക്കുന്നത് ഇതാ തിരുവോണത്തിന്റെ അന്ന് അടാറിൽ നിന്നാണ്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. മനസ്സ് നിറഞ്ഞു വയറും നിറഞ്ഞു.